രാമേന്ദ്ര സാറേ, ഇപ്പോൾ ഓണമാണ്. ഇപ്പോൾ നമുക്ക് കഥയമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഓണാശംസ പറയാം ആദ്യം. കാരണം നാളെ സാറില്ല, ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞാൽ ഇവരെ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും രാമേന്ദ്ര സാറിൻ്റെയും എൻ്റെയും സാറിൻ്റെ ഓണാശംസകൾ പറയും. എല്ലാ പ്രേക്ഷകർക്കും. അപ്പോൾ നമുക്കിന്ന് ഓണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കാം. ഈ നമ്മൾ ഇപ്പോൾ തൃക്കാക്കര ഓണത്തപ്പൻ്റെ നാട്, തൃക്കാക്കരയപ്പൻ്റെ നാടെന്ന് പറയും അല്ലേ. അവിടെ ഇപ്പോൾ ഒരു മാവേലിയുടെ പ്രതിമ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമൊക്കെ, അതിനൊരു പന്തലൊക്കെ, ഒരു നടപ്പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കളിത്തട്ട്, നടപ്പന്തലല്ല. അവിടെ 1 കോടി രൂപ മുടക്കിയിട്ട് ഒരു മാവേലിയുടെ പ്രതിമ ഉണ്ടാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതൊന്നും ആയില്ല. പണമൊക്കെ സാങ്ഷനായി. പിന്നെ ദേവസ്വം ബോർഡിലെ ആളുകൾ തമ്മിൽ അടി ഒക്കെ ഉണ്ടായിട്ട് നടന്നില്ല. അപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൃക്കാക്കരയപ്പൻ, പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ തൃക്കാക്കരയിൽ നിന്ന് കഷ്ടിച്ചൊരു 5-8 കിലോമീറ്റർ പോയാൽ പാതാളം എന്നൊരു സ്ഥലമുണ്ട്, ഏലൂരിനടുത്ത്. ഒരു പക്ഷേ നമ്മുടെ മഹാബലിയെ വാമനമൂർത്തിയുടെ ക്ഷേത്രമാണ് തൃക്കാക്കര. കേരളത്തിൽ വേറെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഏക ക്ഷേത്രമാണ്. അവിടെ വെച്ചാണോ ഇനി വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി 8 കിലോമീറ്റർ അപ്പുറത്തുള്ള പാതാളത്തേക്ക് വിട്ടത്? ഞാൻ സാധാരണഗതിയിൽ ഈ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഈ പാതാളം അടുത്തുണ്ട്, മഹാബലിയെ അങ്ങനെ ചവിട്ടി താഴ്ത്തുകയല്ല പറഞ്ഞു വിട്ടാ എന്ന് പറഞ്ഞാൽ പല മാടമ്പി രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ രാജ്യത്ത് താൻ ഇനി വേണ്ട എന്ന് വാമനം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നടന്നു പോയിട്ടുണ്ടാവും പാതാളത്തേക്ക് എന്ന് പറയാറുണ്ട്. രാമേന്ദ്ര സാറിൻ്റെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം. അതായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓർമ്മയിലുണ്ടോ എന്നല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ എറണാകുളത്ത് ഈ മാധ്യമ പ്രവർത്തനമായിട്ട് വരുന്നത് 98-ലാണ്, 97 അവസാനം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ പാതാളത്തിനടുത്ത്, ആ സമയത്ത് 98-ലോ 2000-കളിൽ അല്ലെങ്കിൽ പാതാളത്തിനടുത്തൊരു പൗരാണിക ശിലാഗുഹയൊക്കെ കണ്ടെത്തി എന്നൊക്കെ ഒരു വാർത്ത അന്ന് പത്രത്തിൽ വന്നതും റിപ്പോർട്ട് ചെയ്തതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അങ്ങനെ അപ്പോൾ അത് ഞാനിതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ചിട്ട് അവിടെ നിന്നെങ്ങാനും ആണോ ഇനിയും ഈ പാതാള ഗുഹയിലേക്ക് വല്ലതും പുള്ളിയെ തടവിലാക്കുകയോ അങ്ങനെ വല്ലതുമൊക്കെ ചെയ്തതാണോ? മഹാബലിക്ക് ഒരു ബന്ധവും അങ്ങനെ കേരളവുമായിട്ടില്ല. കേരളവുമായിട്ട് മഹാബലി എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിൽ ഭരിക്കുകയോ ആ പേരിലൊരാൾ ഭരിച്ചിട്ടില്ല കേരളം. അപ്പോൾ പിന്നെ നമ്മൾ ഈ മാവേലി നാടുവാണിടും കാലം, അതെ, അതിൻ്റെ കഥ പറയാം. ആ മാവേലി ആരാണെന്നൊക്കെ പറയാം. അത് വേറെ ആളാ, മഹാബലി അല്ല. അത് മഹാബലി അല്ല, അത് മാവേലി എന്ന് പറയുന്ന ഒരാൾ. കൺഫ്യൂഷൻ. അതൊരു രാജാവായിരുന്നു മാവേലി. ഇത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പറയുന്നതാണ്, നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല ഇതിൻ്റെ അകത്ത്. വാമനമൂർത്തി ക്ഷേത്രം ഏതോ കാലത്ത് ഭൂകമ്പമൊക്കെ ഉണ്ടായി, വടക്കുന്ന് സരസ്വതി നദിയൊക്കെ വറ്റിയിട്ട് വന്ന ബ്രാഹ്മണന്മാർ അന്ന് അവിടെ പൂജിച്ചിരുന്ന വാമനമൂർത്തി അവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് തൃക്കാക്കര ഇരിക്കുന്നത്. തൃക്കാൽക്കര എന്നുള്ളതാണ് ആ വാമനന്റെ കാല് പതിഞ്ഞ സ്ഥലം, അതാണ് തൃക്കാൽക്കര. അത് തൃക്കാക്കര ആയതാണ്. വാമനമൂർത്തി ക്ഷേത്രമുണ്ട്, വാമനനാണ് അവതാരം. മറ്റേത് നമ്മൾ നമ്മുടെ ഒരു രീതിക്ക് വാമനനെയും മഹാവിഷ്ണുവിനെയും കൊന്ന് ചവിട്ടി താഴ്ത്താന്ന് വിചാരിച്ചിട്ട് നല്ലൊരു രാജാവിനെ ശരിയാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ശരിക്കും തൃക്കാൽക്കര അമ്പലത്തിൽ ഈ മഹാബലിയുടെ പ്രതിമ വെക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഈ പാതാളത്തിലേക്കല്ല അയച്ചത്, സുതലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയൊരു സ്ഥലത്തേക്കാണ് അയച്ചത്. ആ സുതലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മഹാവിഷ്ണു മഹാബലിയുടെ കാവൽക്കാരനായിട്ട് നിൽക്കുക ചെയ്തത്. അത് ശരി. എന്നിട്ട് സുതലത്തിൽ വെച്ചിട്ട് രാവണൻ ഒരിക്കൽ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ നേരിടുന്നുമുണ്ട് മഹാവിഷ്ണു. ഈ വാമന രൂപത്തിൽ ഞാൻ അവിടെ വന്ന് കാവലാൾ ആയിക്കോളാം എന്ന് ഈ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. അത് പറയാൻ ഞാൻ. അപ്പോൾ ഓണക്കാലത്ത് നമുക്ക് യഥാർത്ഥ ഓണത്തിൻ്റെയും മഹാബലിയുടെയും മാവേലിയുടെയും കഥയാണ് ഇത്തവണ കഥയമ്മയിൽ പറയാനുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഇത് ഭാഗവതം അഷ്ടമസ്കന്ധം 18 മുതൽ 23 വരെ അധ്യായം. അതിൽ ഈ കഥ മഹാബലിയുടെയും വാമനൻ്റെയും കഥ പറയുന്നുണ്ട്. സ്കന്ദപുരാണം, നാരദ കൂർമ്മപുരാണം, വായുപുരാണം, ഇതിലൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലാതെ വാമന പുരാണം എന്ന് തന്നെ ഒരു പുരാണമുണ്ട്. ഋഗ്വേദത്തിലെ വിഷ്ണു സൂക്തത്തിൽ, ശതപഥ ബ്രാഹ്മണത്തിൽ ഒക്കെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ ശ്രദ്ധിക്കാത്തതാണ് ഋഗ്വേദം 1:22-17 മന്ത്രം. അവിടെ വിഷ്ണുവിൻ്റെ 3 കാൽവയ്പ്പുകൾ എന്താണ് എന്നും വിവരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം പറയാം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളതിന്. ഇത്
ഈ ഭൃഗുക്കച്ചം എന്ന് പറഞ്ഞ നർമ്മദ നദിയുടെ തീരത്ത് ഭൃഗുക്കച്ചം എന്ന് പറഞ്ഞ രാജ്യമാണ് മഹാബലി ഭരിച്ചിരുന്നത്. കേരള അല്ല, നർമ്മദാ നദീതീരത്താണ്. അതെ, ഭരിച്ചിരുന്നത്. അവിടെ തന്നെ അഹിച്ഛത്രം എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. അഹിച്ഛത്ര രാജാവ് ദ്രുപദനെ അർജുനൻ തോൽപ്പിച്ചു. മഹാഭാരതത്തിലൊക്കെ ഉള്ള കഥ. പകുതി രാജ്യം ഗുരുദക്ഷിണയായിട്ട് ദ്രോണർക്ക് അർജുനൻ കൊടുത്തു. ബ്രാഹ്മണർ സാധാരണ ഈ പണ്ഡിതോചിതമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, ഉപദേശിക്കുക, ജ്ഞാനം കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. മഹാഭാരതത്തിൽ ദ്രോണനെ പറ്റി പറയുന്നത് നീച ബ്രാഹ്മണൻ എന്നാണ്. ധനുർവേദം, ഈ അമ്പെയ്ത്ത് പരിപാടി, യോദ്ധാവ്, ആ പരിപാടി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവർ ക്ഷത്രിയന്റെ ജോലിയാണ് ചെയ്തത്. അപ്പോൾ പകുതി രാജ്യം ഗുരുദക്ഷിണയായിട്ട് ദ്രോണർക്ക് കൊടുക്കുക. ദ്രോണർ ഒരു രാജ്യം വാങ്ങുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ടാണ് ഈ പല കുഴപ്പങ്ങളും പിന്നെ വന്നു വിടുന്നതൊക്കെ. ബാക്കി ആ ദ്രുപദന് തന്നെ അർജുനൻ കൊടുത്തു. കീഴടക്കിയതാണ്, എന്നാലും നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പകുതി ഡിവൈഡ് ചെയ്തു. പകുതി ദ്രോണന് കൊടുത്തു. ബ്രിട്ടീഷുകാരൊക്കെ പിൽക്കാലത്ത് ചെയ്യുന്നത് പോലെ ചെയ്തു. ദ്രോണർക്ക് കൊടുത്ത കിഴക്കൻ പാഞ്ചാല രാജധാനി അതാണ് അവിച്ഛത്രം. ഈ മലയാളം എന്ന് പറയുന്ന ഒരു സ്ഥലം അന്നുണ്ട്. ആ മലയാളം അന്ന് സപ്ത കൊങ്കണങ്ങളിൽപ്പെട്ടതാണ് മലയാളം. ആ സപ്ത കൊങ്കണങ്ങളിൽ മറ്റ് 6 എണ്ണം: വരാടം, മരാടം, ഗരാടം, ഗോമന്തകം, ഹവികം, തൊളവം. അപ്പോൾ അതിലൊന്നാണ്. ഇനി ഈ ഭൃഗുകച്ചം എന്ന് പറഞ്ഞില്ലേ മഹാബലി ഭരിക്കുന്നത്, അവിടെ മുതൽ തെക്കോട്ടുള്ളതാണ് ഈ സപ്ത കങ്കണങ്ങൾ ഈ പറഞ്ഞത്. അതിലൊന്നാണ് മലയാളം. ആ സപ്ത കങ്കണങ്ങളിൽ അല്ലാതെ മഹാബലി ഇവിടെയൊന്നുമല്ല. അദ്ദേഹം ഭരിച്ചത് അങ്ങേ അറ്റത്താണ് ഭരിച്ചിരുന്ന സ്ഥലം. ഈ മറ്റ് ഭാഗവതത്തിലൊക്കെ പറയുന്നത് മഹാബലി ഇന്ദ്രനെ അസുരന്മാരുടെ സേനയ്ക്കൊപ്പം പോയി തോൽപ്പിച്ചിട്ട് ഇന്ദ്രപട്ടം നേടി, ഇന്ദ്രനായി. അപ്പോൾ ഭൃഗു മഹർഷി പറഞ്ഞു, ഇങ്ങനെ ഇന്ദ്രനാകാൻ പറ്റില്ല, 100 യാഗങ്ങൾ ചെയ്തയാൾക്കേ ഇന്ദ്രൻ ആകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നർമ്മദാ തീരത്ത് മഹാബലി 100ാമത്തെ യാഗം 99-ന് ശേഷം ഇന്ദ്രപദവി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു. അവിടെ പോയി ഇന്ദ്രനെ തോൽപ്പിച്ചു. അവിടെ താമസിക്കാമായിരുന്നു. അപ്പോൾ ഭൃഗു ഇടപെടുകയാണ്. എന്നിട്ട് പറയാണ് താഴെ പോയി വീണ്ടും 100 യാഗം. അങ്ങനെ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് 100ാമത്തെ യാഗം നടക്കുമ്പോഴാണ് വാമനൻ്റെ രംഗപ്രവേശം ആ സ്ഥലത്തേക്ക്. അപ്പോൾ വാമനൻ കശ്യപൻ്റെയും അദിതിയുടെയും മകനാണ്. യാഗശാലയിൽ ഈ കയറുമ്പോൾ ഈ കുഴപ്പമാണെന്ന് മനസ്സിലായിട്ട് ശുക്രാചാര്യർ മഹാബലിയോട് പറഞ്ഞു, ഇയാളെ പ്രവേശിപ്പിക്കരുത്, ഇത് വേഷം മാറി വന്നിരിക്കുന്ന കേസാണ്, നമുക്ക് കുഴപ്പമായിരിക്കും. പക്ഷെ മഹാബലി അദ്ദേഹത്തിൻ്റെ ശീലമനുസരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന ഹരിയോട് ഇല്ല എന്ന് ഞാൻ പറയില്ല. യജ്ഞപതി തന്നെ നേരിട്ട് വന്നിരിക്കുകയല്ലേ, ഭഗവാൻ തന്നെ സ്വീകരിക്കേണ്ട ആള് തന്നെ, ഞാൻ എന്തിനാ അധിപനാണ്, അധിപനാണ് വന്നിരിക്കുന്നത്, ഞാൻ എന്തിനു പ്രവേശിപ്പിക്കാതിരിക്കണം, എൻ്റെ ഒരു ഭാഗ്യമല്ലേ അങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് വാമനന് പ്രവേശനം കൊടുക്കുന്നത്. എന്നിട്ട് മറ്റേ സ്ഥലം മുഴുവൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. 3ാമത്തെ അടിക്ക് അളക്കാനായിട്ട് ഒന്നുമില്ല. അപ്പം തല കാണിച്ചു കൊടുക്കുന്നു, ശിരസ്. ആ കഥ അങ്ങനെ തന്നെയുണ്ടല്ലേ? അതങ്ങനെയുണ്ട്. ഈ ഭാഗവതത്തിലൊക്കെ ആ ഭാഗമുണ്ട്, പക്ഷേ വ്യത്യാസമുണ്ട് കുറച്ച്. ഈ അപ്പോൾ അങ്ങനെ കാൽപാദം വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട്, മഹാബലിയോട് വാമനൻ പറയുന്ന ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ ശ്രദ്ധിക്കാത്തത്. നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഇവിടെ എടുത്തുള്ളൂ, ബാക്കി എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഈ വൈവസ്വത മന്വന്തരം കഴിഞ്ഞിട്ട് വരുന്ന സാവർണിക മന്വന്തരത്തിൽ അങ്ങ് ഇന്ദ്രനാകും. സുതലത്തിൽ ഞാൻ അങ്ങേക്ക് കാവൽക്കാരനായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു
വലിയ പീഠത്തിലാണ് കാണുന്നത്. സുതലം എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. വേറൊരു ലോകമാണ്. അത് പാതാളമൊന്നുമല്ല. അത് സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പാതാളമില്ലേ സുതലമതിൽ നീ വാഴ സാനുകൻ സർവദൈത്യ ഗണത്തോടും എൻ പ്രസാദത്താൽ മഹാസുര കാവൽക്കാരൻ എന്ന് ഭാഗവതത്തിൽ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഒരിക്കൽ രാവണൻ വന്നപ്പോൾ വിഷ്ണു രാവണനെ തോൽപ്പിക്കുന്നു. പിന്നെ ഈ കേരളം ആ കഥ പൊളിയുന്നത് തന്നെ വാമനൻ 5ാമത്തെ അവതാരമാണ്. കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന പരശുരാമൻ 6ാമത്തെ അവതാരമാണ്. അപ്പോൾ ഓർഡർ തെറ്റുന്നു അല്ലേ? കേരളം പിന്നെയല്ലേ ഉണ്ടാവുന്നുള്ളൂ. ഈ മഹാബലിയുടെയൊക്കെ കഥയ്ക്ക് ശേഷമുള്ള അല്ലെങ്കിൽ പിന്നെ മഹാബലി ഈ 6ാമത്തെ അവതാരമായ പരശുരാമൻ ജനിക്കുന്നവരെ ജീവിച്ചിരുന്നിരിക്കണം. അതിൽ ആകെ പറയാവുന്ന ഒരു സംഗതി, എൻ്റെ ഒരു സൂത്രത്തിൽ തോന്നുന്നത്, പരശുരാമൻ ചിരഞ്ജീവിയായിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാത്രമല്ല, ഈ അവതാരങ്ങൾ ഒരേ സമയത്ത് 2 അവതാരങ്ങൾ ഉണ്ടായിക്കൂടായില്ലല്ലോ. ഇല്ല, 2 അവതാരങ്ങൾ പരശുരാമനും ശ്രീരാമനും മാത്രമേ ഉള്ളൂ. കാല വലിയ വ്യത്യാസം വരും. ഇതിൽ പരശുരാമൻ ചിരഞ്ജീവി ആയതുകൊണ്ട് അയാൾക്ക് ടൈം ട്രാവൽ നടത്താമെന്ന് വേണമെങ്കിൽ പറയാം, വാദത്തിന് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പരശുരാമന് മുമ്പ് ഉള്ള അവതാരമാണ് വാമനൻ. അതുകൊണ്ട് കേരളമായിട്ട് ഒരു ബന്ധവും. പിന്നെ എങ്ങനെയാണ് കേരളം എന്നുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മലയാളിക്ക് ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് നർമ്മദാ നദീതീരത്തുള്ള ആ രാജ്യത്തെ രാജാവായിരുന്നു വാമനൻ, അല്ല മഹാബലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടിലല്ല, അതിൻ്റെ ഇങ്ങേയറ്റത്തുള്ള 7 എന്താ പറഞ്ഞേ സപ്തകങ്കണങ്ങളിൽ ഒന്നായ കേരളത്തിൽ മാത്രമാണ് ഈ കഥയും വിശ്വാസവും ഒക്കെ ഇത്ര പ്രബലമായി നിൽക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, ഈ കഥയൊക്കെ സംഗതികളൊക്കെ കുറച്ച് വേറെ സ്ഥലങ്ങളിലും ഉണ്ടാവാം. പക്ഷേ നമ്മളതൊരു വലിയ വികാരമായിട്ട് എടുക്കുന്നില്ലല്ലോ, വലിയ ആഘോഷവും ഉത്സവമായിട്ട് നമ്മളല്ലേ എടുക്കുന്നുള്ളൂ, അവരാരും ചെയ്യുന്നില്ല. അപ്പോൾ അത് പറയാം. നർമ്മദ, സരസ്വതി, ഗോദാവരി, കൃഷ്ണ നദീതീരങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് പിന്നെയാണല്ലോ പരശുരാമൻ ബ്രാഹ്മണരെ കൊണ്ടുവന്നു. ഗുജറാത്ത്, കൊങ്കൺ, അതാണ് സപ്തകൊങ്കണം എന്ന് പറയുമ്പോൾ ഞാനത് കണ്ടു. തുളുനാടും ഒക്കെ വരും, അതിന് സമാനമായ ഒരു പേരും. അതെ, ഈ ഗൗഡ സാരസ്വതർ എന്നുള്ളത് സരസ്വതി നദിയുടെ തീരത്ത് താമസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സാരസ്വതര് ഗൗഡ എന്നുള്ള പിന്നെ വരുന്നതാണല്ലോ. ഗുജറാത്ത്, കൊങ്കൺ, കേരള ദേശങ്ങളിൽ എന്തോ ആ കാലത്ത് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. സുനാമി എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഉണ്ടാവാമല്ലോ. സരസ്വതി നദി ഇല്ലാതായി ഒരു പുതിയ അഴിമുഖം ഭൂമിക്കടിയിലേക്ക് പോയി. ഇപ്പൊ ഇത്തിരി ഒരു ഉറവ് പോലെ ഏറ്റവും അറ്റത്തെ ഗ്രാമത്തിലുണ്ട്. അല്ല, ഭൂമിക്കടിയിലൂടെ സരസ്വതി ഒഴുകുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, പറയുന്നുണ്ട്. അതെ, സരസ്വതി അഴിമുഖം പൊന്തി. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞപ്പോൾ ജലത്തിന് മറവിയില്ല എന്ന് നമ്മൾ വയനാടിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരുന്നു. ജലത്തിന് മറവിയില്ല, അതുകൊണ്ട് ജലം തിരിച്ചു വരും എന്നുള്ളത്. ദേശാന്തര ഗമനം ഉണ്ടായി അവിടെയൊക്കെ നദീതീരത്ത് താമസിച്ചിരുന്നവരുടെ. അങ്ങനെയാണ് സാരസ്വത ബ്രാഹ്മണർ, സരസ്വതി നദീതീരത്ത് എന്നുള്ളവർ വരുന്നത്. അവർ പെരിഞ്ചല്ലൂര്, തളിപ്പറമ്പ്, മുസിരിസ്, തൃപ്പൂണിത്തറ വലിയ തുറമുഖമായിരുന്നല്ലോ, അവിടെയൊക്കെ വന്നിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ക്രിസ്തുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ട് മുതൽ ഈ ക്രിസ്തുഅബ്ദം 7-ാം നൂറ്റാണ്ട് വരെ ഈ പലായനങ്ങൾ നടന്നിരുന്നു എന്ന് കരുതുന്നു. അങ്ങനെ വന്നവർ തൃക്കാക്കരയിൽ അവരവിടെ പൂജിച്ചിരുന്ന വാമനനെ. കാരണം അവിടെയാണല്ലോ ആ ഐതിഹ്യ സ്ഥലം, വാമനൻ അവതരിച്ച സ്ഥലം അവിടെയാണ്, ഭൃഗുചത്രത്തിൽ. അപ്പോൾ അവിടുന്ന് വന്നവർക്ക് വാമനനെ അറിയാം. അവരിവിടെ ഒരു ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നു. അതാണ്. ഇനി കേരളത്തിന് എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, അതെ ഞാൻ ചോദിക്കും, ഇത്രയും സപ്തകൊങ്കണങ്ങളിൽ കേരളീയർ മാത്രമാണ് ഇത് വലിയ ആഘോഷമായി ജീവിതത്തിലൊരു പ്രധാന ദിവസമായി അല്ലെങ്കിൽ ഒരു ആഘോഷവേളയായി കാണുന്നത്. മഹാബലി എന്ന് പറയുന്ന ആളും മാവേലി എന്ന് പറയുന്ന ആളും രണ്ടാണ് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ ചിലതിൽ കാണാം. എസ് ശങ്കു അയ്യർ, കേരളവും ബുദ്ധമതവും കേരള ചരിത്രത്തിലെ ചില അജ്ഞാത ഭാഗങ്ങൾ, ഈ കേരള ചരിത്രത്തിലെ ചില അജ്ഞാത ഭാഗങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മാവേലിയെ പറ്റി പറയുന്നുണ്ട്. മഹാബലി വേറെ, അത് നമ്മൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. മാവേലിക്കര, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട്, അറിയാമോ? കാഞ്ഞിരപ്പള്ളിയിലോ? കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മധുരയിൽ മീനാക്ഷി ക്ഷേത്രമുണ്ട്. പിന്നെ ഉള്ളത് അതുമായി ബന്ധമുള്ളത് നമ്മുടെ തേക്കടിയിൽ നിന്ന് പോകുമ്പം
മംഗളാദേവി മംഗളാദേവിയുണ്ട്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മധുരം എനിക്കിനി പോകണമെന്ന് ഞാൻ ഇപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ മാവേലി ശാസനം ഉണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ മാവേലി ശാസനം. ആ മാവേലി ശാസനം, ഈ മാവേലി ശാസനം അതുപോലെ മാവേലി നാടുവാണിയിടും കാലം എന്ന് പറഞ്ഞ പാട്ടിലൊന്നും മഹാബലിയും ഇല്ല, ഓണവും ഇല്ല. മാവേലിയുണ്ട്. ആ മാവേലി ആരാന്നുള്ളതാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയും മാവേലിക്കരയും ഒക്കെ ഭരിച്ചിരുന്ന മാവേലി വാണാതിരായൻ എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയ വാണാതിരായൻ. മാവേലി വാണിരുന്ന ഒരു രാജാവ് എന്നുള്ളത് രാജാവ് മാവേലി വാണാതി രായൻ. അത് അയാൾക്ക് വേറൊരു പേരുമുണ്ട്, പിള്ളൈ കുലശേഖരൻ വാണാതിരായൻ എന്നും പേരുണ്ട്. പാണ്ഡ്യരാജാവാണ്. ആ പാണ്ഡ്യരാജാവിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ആ പാണ്ഡ്യരാജാവിൻ്റെ കാലത്താണ് കള്ളപ്പറയും ചെറുനാഴിയുമില്ല എന്ന് ഈ ഓണപ്പാട്ട് എന്ന് പറയപ്പെടുന്ന മാവേലി. അപ്പോൾ ഈ പറയുന്ന മാവേലിയുടെ രാജവംശം എവിടെയായിരുന്നു? കാഞ്ഞിരപ്പള്ളിയിലോ? അല്ല, കാഞ്ഞിരപ്പള്ളിയിലാണ് പ്രധാനമായിട്ടും. മാവേലിക്കരയും ഒരു കാലത്ത് രാജധാനി ആയിരുന്നിരിക്കാം ആ പാണ്ഡ്യ വംശത്തിൻ്റെ. എന്ന് പറഞ്ഞാൽ അത് 5-6 വർഷമൊന്നുമില്ല, കുറച്ചധികം വർഷങ്ങൾ ഉണ്ടായതായിട്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ മാവേലിക്കരയും കാഞ്ഞിരപ്പള്ളിയും തമ്മിലുള്ള ദൂരം വളരെ വലുതാണ്. അതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുരയുടെയൊക്കെ കീഴിലായിരുന്നല്ലോ കുറെ കാലം നമ്മുടെ പ്രദേശങ്ങളൊക്കെ. ഇവിടെ പാണ്ഡ്യരാജാവിൻ്റെയും ചേരരാജാവിൻ്റെയൊക്കെ അല്ലേ. കണ്ണകിയുടെ കഥ ഇരിക്കുന്നത് തന്നെ തിരുവഞ്ചിക്കുളത്തല്ലേ. തിരുവഞ്ചിക്കുളമൊക്കെ തമിഴ് ഇതിൻ്റെ ഭാഗമല്ലേ. കണ്ണകി വന്നൊരു കൊടുങ്ങല്ലൂർക്ക് വരുന്ന സമയത്ത് ആറ്റുകാലിൽ വന്നു എന്നുള്ളതല്ലേ ആറ്റുകാലിനെ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം, യാത്രയുടെ ഇടയ്ക്ക്. അങ്ങനെയാണ്. അപ്പോൾ ഈ അതിൻ്റെ ആ അജ്ഞാത ശങ്കുയ്യർ എഴുതിയ കേരളത്തിനെ പറ്റിയിട്ടുള്ള അജ്ഞാത ഭാഗങ്ങളിൽ 5-ാം അധ്യായം, അതിൽ മാവേലി രാജാവ് എന്ന് തന്നെയാണ് 5-ാം അധ്യായം ഇതിൻ്റെ ശീർഷകം. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞത് മഹാബലി എന്ന് പറയുന്നത് മറ്റൊരാളാണ്. അത് നർമ്മദാ നദീതീരത്തുണ്ടായിരുന്ന ഒരു രാജാവാണ്. എന്നാൽ മാവേലി എന്ന് പറയുന്ന ഒരു രാജാവ് കേരളം വാണിരുന്നു. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി മുതൽ മാവേലിക്കര വരെയുള്ള ഒരു റീജിയൻ്റെ രാജാവായിരുന്നു. അതുകൊണ്ടാണ് മാവേലിക്കര എന്നുള്ള പേര്. ആ മാവേലിയെ പറ്റിയിട്ടാണ് മാവേലി നാടുവാണി ഓണപ്പാട്ടുള്ളത് പറഞ്ഞ പാട്ട്. അത് ഓണപ്പാട്ടുമല്ല, പിന്നീട് പറഞ്ഞു. അത് ആ രാജാവിനെ പ്രകീർത്തിക്കുന്ന ഒരു പാട്ടാണ്. അതെ, അതാണ് ആ പാട്ട്. അതിൽ ഓണൊന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ കാഞ്ഞിരപ്പള്ളി മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ മാവേലി വാണാതിരായൻ്റെ ശിലാരേഖ ഉണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീലകണ്ഠ ശാസ്ത്രികൾ, വലിയ ചരിത്രകാരൻ, അദ്ദേഹം പാണ്ഡ്യൻ കിങ്ഡം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. നീലകണ്ഠ ശാസ്ത്രികൾ അതിൽ നിന്നൊക്കെ പകർത്തുന്നതാണ് കേട്ടോ ഈ കേരള ചരിത്രം എന്നൊക്കെ പറഞ്ഞ് പല പുസ്തകങ്ങളും വരുന്നതൊക്കെ. ശ്രീധരമേനോൻ അതൊക്കെ അത് തന്നെ. അതൊക്കെ ഒറിജിനൽ റിസർച്ച് ഒന്നും അല്ല അത്, ആണോ അവരുടെയൊക്കെ. അദ്ദേഹത്തിൻ്റെ പാണ്ഡ്യൻ കിങ്ഡത്തിൽ മാറവർമ്മൻ കുലശേഖരൻ 1268 ക്രിസ്തോബ്ദം ഭരിച്ചിരുന്ന രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം സമകാലികനാണ് ഈ മാവേലി വാണാതിരായൻ്റെ എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവേലി വാണാതിരായൻ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നീലകണ്ഠ ശാസ്ത്രികളും പരാമർശിക്കുന്നു. ഇപ്പോൾ വീരപാണ്ഡ്യ ശാസനങ്ങളിൽ മാവേലി വാണാതിരായരെയും പരാമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കുലശേഖരൻ്റെ 24ാമത്തെ ഭരണവർഷം വരെ മാവേലി വാണിരുന്നു ഇവിടെ. കുലശേഖര പെരുമാളുടെ AD 1268 കാലത്ത്, CE എന്ന് പറയുന്നത്. ഇപ്പോൾ AD മാറിയല്ലോ. രാമനാഥപുരത്തിൻ്റെ ഭാഗമായ കേരള സിംഹവളനാട്ടിൽ ആണ് ഭരിച്ചിരുന്നത്. അന്ന് കുറേയും കൂടി വലിയ രാജ്യമായിരിക്കും. രാജധാനി കാഞ്ഞിരപ്പള്ളിയും മാവേലിക്കരയും ഒക്കെ ആയിരിക്കാം. 1100 മുതൽ 1300 വരെയാണ് ആ രാജാവിൻ്റെ വംശത്തിൻ്റെ ഭരണം. ആ കാലത്തായിരിക്കാം മധ്യ തിരുവിതാംകൂറിൽ ധാരാളം ശൈവ ക്ഷേത്രങ്ങൾ ഉണ്ടായത് എന്നാണ് കരുതുന്നത്. അപ്പോൾ ബലിപ്രതിപദ എന്ന് പറഞ്ഞിട്ട് നോർത്തിൽ പല സ്ഥലത്തും ഓണത്തിന് സമാനമായ ബലിപ്രതിപദ, മഹാബലിയുടെ മഹാബലിയുടെ ഈ ഓണം പോലൊരു ആഘോഷം ഇവിടെ മാത്രമല്ല ഉള്ളത്, അവിടെയും ആഘോഷിച്ചു. വടക്കേ ഇന്ത്യയിൽ ഈ മഹാബലിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ
ബലിപ്രതിപദ എന്ന് പറഞ്ഞൊരെണ്ണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ തിരുവോണ ദിവസമല്ല, വേറൊരു ദിവസമാണത്. കാരണം അത് കാലഗണന അനുസരിച്ചിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അതിൽ ചിലപ്പോൾ ഈ മാവ് കുഴച്ചിട്ട് ഈ ഓണത്തപ്പനെ ഉണ്ടാക്കുന്നുണ്ട്. ഓണത്തപ്പൻ പോലെ ചിലർ വേറെ വസ്തുക്കൾ കൊണ്ടുമൊക്കെ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ വാമനൻ്റെ കാലടി പതിഞ്ഞ സ്ഥലം തിരുക്കാൽക്കര എന്ന് നമ്മൾ പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. അത് ഈ ഋഗ്വേദത്തിലുമൊക്കെ പറയുന്ന പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് ബലിവൈശ്വ ദേവയജ്ഞം എന്ന് പറയുന്നത്. അത് എല്ലാ ദിവസവും നമ്മൾ ഭരണാധികാരിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിലും ദാനം ചെയ്യുക. ദാനം ചെയ്ത് തീരുന്ന ഒരാളെയാണ് മഹാബലി എന്ന് വിളിക്കുന്നത്. ഓ, ഗ്രേറ്റ് സാക്രിഫൈസ് അല്ലേ? അതെ, മഹാബലി. ഈ ബലി ചെയ്ത് പരമപദത്തിലെത്തുന്ന ആളാണ് മഹാബലി എന്നുള്ളതാണ് വേദത്തിൽ നിന്നുള്ള. മഹാബലൻ എന്നല്ല, അല്ല, ബലി ചെയ്യുന്നവൻ, ദാനം ചെയ്യുന്നവൻ. ദാനത്തിന് വളരെ അറിയപ്പെടുന്ന ആളാണല്ലോ, കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെ, മഹാബലിയുടെ. പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് ഇദ്ദേഹം, മഹാബലി. മഹാബലിയുടെ മുത്തച്ഛനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദനും വിഷ്ണുവിൻ്റെ ഭക്തനാണ്. അപ്പൊ വിഷ്ണുവിനോട് ഒരു വിരോധവും പിൽക്കാലത്തെ മഹാബലിക്കും വരുന്നില്ല. കുടുംബം തന്നെ വിഷ്ണു ഭക്തരാണ് അവര്. വിരോചനൻ സ്വന്തം ആയുസ് ഇന്ദ്രന് ദാനം ചെയ്ത ആളാണ്. അപ്പൊ ദാനികളുടെ കുടുംബമാണത് മഹാബലി. ആയുസ് വരെ ദാനം ചെയ്യാന്ന് പറഞ്ഞാല് അതിനപ്പുറത്തൊന്നുമില്ല. അത് തന്നെ ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ ദാനം ചെയ്ത് സ്വയം ബലിയാവുക എന്നുള്ള കഥയാണ് മഹാബലി എന്നതുകൊണ്ട് ജീവിതത്തിലുള്ള കഥ. അപ്പോൾ വിഷ്ണുവിൻ്റെ കാൽവയ്പ്പുകൾ എന്താണെന്ന് ഋഗ്വേദം 1:22-17 വിഷ്ണുവിൻ്റെ 3 കാൽവയ്പ്പുകൾ എന്താണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭൂലോകം, അന്തരീക്ഷ ലോകം, സ്വർലോകം, 3 ലോകങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എടുത്താൽ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം എന്നുണ്ടല്ലോ. സൂക്ഷ്മത്തിലേക്ക് ശരീരം, മനസ്സ്, ബുദ്ധി, അതാണ് മഹാബലി ദാനം ചെയ്തത്. അപ്പോൾ വിഷ്ണുവിൻ്റെ 3 കാൽവയ്പ്പുകൾ, ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെയാണ് മഹാബലി ദാനം ചെയ്തത്. അങ്ങനെ ബലി ചെയ്തയാൾ ആനന്ദപൂർണമായ ലോകത്തെ പ്രാപിക്കുന്നു. ആ ആനന്ദപൂർണമായ ലോകമാണ് സുതലം. മഹാബലി എത്തുന്നത് നല്ല തലം. ഈ സുതലം എവിടെയായിരിക്കും? അത് നമ്മുടെ എന്താ പറയുക, അങ്ങനെ മുഴുവൻ ധ്യാനം ചെയ്തവൻ സാക്ഷാത്കരിക്കുന്ന ലോകമുണ്ടല്ലോ, അതാണ് സുതലം എന്ന് പറയുന്നത്. ഒരു പക്ഷേ അത് മുക്തിയായിരിക്കാം എന്ന് പറഞ്ഞാൽ. അതുകൊള്ള ഞാൻ ആലോചിക്കരുത്, സുതലത്തിൽ ഇപ്പോൾ ഓരോ സ്വർഗത്തിൽ ചെന്നാൽ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. കിലോമീറ്ററുകളുള്ള വീടും. സുതലത്തിൽ എന്താ കിട്ടുന്നതെന്ന് സൂചന നമുക്കുണ്ട്. ഉണ്ടോ? വിഷ്ണുവിന് കാവലാളായിട്ട് കിട്ടുന്നു നമുക്ക്. വിഷ്ണു പറഞ്ഞല്ലോ മലിയോട്, ഞാനാണ് കാവലാൾ എന്ന് പറഞ്ഞില്ലേ. അതിലും വലിയ പരമപദമൊന്നുമില്ല. അപ്പോൾ ആ ബലിയുടെ ഓർമ്മയ്ക്ക് ഈ വാമന ക്ഷേത്രത്തിൽ തൃക്കാക്കരയിൽ ഓണത്തിൻ്റെ 10 ദിവസവും ശ്രീഭൂതബലി ഉണ്ട്. ആ ശ്രീഭൂതബലി ഈ ബലിയുടെ ഓർമ്മയ്ക്കാണ്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുക്കാൽക്കര. അപ്പോൾ പ്രേക്ഷകരെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ ദശാവതാരങ്ങളിൽപ്പെട്ട വാമനമൂർത്തിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മറ്റൊരു ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കേരളത്തിൽ മറ്റൊരു ക്ഷേത്രമില്ല. അത് വാമനമൂർത്തി ഉള്ളത് തൃക്കാക്കര ക്ഷേത്രത്തിലാണ്. അവിടെ പോകാത്തവരൊന്ന് പോകണം. ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. അതെ, അത് വിഷ്ണുവിൻ്റെ ഒരു അവതാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വിഷ്ണു ക്ഷേത്രം തന്നെയാണ്. അത് മഹാബലിയുടെ ക്ഷേത്രമല്ല. അതെ, അങ്ങനെ ധരിക്കരുത്. അവിടെ ആ ക്ഷേത്രവും നമ്മളീ പറയുന്ന മാവേലിയുമായി ഒരു ബന്ധവുമില്ല. രണ്ടും രണ്ടുപേരാണ്. അപ്പോൾ അത് ഓണക്കാലത്ത് അത് ഓർമ്മിക്കണം. ഏതായാലും ഓണത്തിന് ഇനി 2 ദിവസമുള്ളൂ. നമ്മൾ ഞാനുണ്ടാവും നാളെയൊക്കെ. രാമേന്ദ്രൻ സാറിന് ഇനി തിങ്കളാഴ്ച കാണുള്ളൂ. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഓരോ ഓണാഘോഷം, സമൃദ്ധമായ ഒരു ഓണാഘോഷം നേർന്ന് മധുരം നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. ഓണാഘോഷം ആശംസിക്കുന്നു. കാരണം ആഘോഷങ്ങൾ ഇപ്പം ചുരുങ്ങുന്ന കാലമാണ്. ആഘോഷിക്കുക. പ്രമേഹമുള്ളവർക്ക് മധുരമില്ലാത്ത ഒരു ഓണവും ആശംസിക്കാം.
കുറച്ചൊക്കെ മധുരമാകാം, എനിക്കും അതുണ്ട്, ഞാനും ഇടയ്ക്കൊക്കെ മധുരം കഴിക്കാറുമുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.